നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിതുമ്പലോടെ വിട. വാൾപ്പാറ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ 9 പേർക്ക് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. പാങ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് വൻ ജനാവലി. സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. അഗാധ ദുഃഖമറിയിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിക്കേറ്റ 11-കാരി മസ്നീൻ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിൽ. ഗുരുതരാവസ്ഥയിലുള്ള 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. പിടിയിലായത് ഇൻസ്റ്റാപേ ലോൺ ആപ്പിന്റെ നടത്തിപ്പുകാർ. പ്രതികളെ റിമാൻഡ് ചെയ്തു. വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ച ഓർത്തോഡോന്റിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അലി രാജിവെച്ചു. രാജിക്കത്ത് നൽകി. ആരോപണ വിധേയരായ കൂടുതൽ അധ്യാപകരും സ്റ്റാഫുകളും. BJP എന്നും തമിഴ് വിരുദ്ധരെന്ന് രാഹുൽ ഗാന്ധി. തെക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കാൻ ശ്രമമെന്നും തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ. കോയമ്പത്തൂരിൽ വൈകിട്ട് 6 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി. ഡൽഹിയെ തമിഴ്നാട് തോൽപ്പിച്ചെന്ന വാദം ശക്തമാക്കി DMK. പാർലമെന്റിൽ നടന്നത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയമെന്ന് പ്രിയങ്ക ഗാന്ധി. വനിതാ ബില്ലിന്റെ പേരിൽ BJP ശ്രമിച്ചത് മണ്ഡല പുനർനിർണയത്തിന്. BJPയുടെ രാഷ്ട്രീയ ഗൂഢനീക്കം പുറത്തായെന്നും പ്രിയങ്ക. രാജ്യത്തെ സ്ത്രീകളുടെ രോഷം കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും സഹിക്കേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്ത്രീകൾക്കുള്ള അവകാശം ഇല്ലാതാക്കിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് BJP. പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാടിന് പിന്നാലെ മറ്റ് ജില്ലകളിലും താപനില 40 ഡിഗ്രിയിലേക്ക്. സംസ്ഥാനത്ത് ഹീറ്റ് സ്റ്റോക്ക് ക്ലിനിക്കുകൾ പ്രവർത്തനം തുടങ്ങി. റെക്കോർഡ് ഭേദിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. ഇന്നലെ ഉപയോഗിച്ചത് 116.11 ദശലക്ഷം യൂണിറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഉടൻ പാൽ വില കൂട്ടണമെന്ന് മിൽമ. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയ്ക്ക് അംഗീകാരം നേടി. ചെയർമാൻ KS മണി മന്ത്രി ജെ ചിഞ്ചുറാണിയെ ഇന്ന് വീണ്ടും കാണും. കണ്ണൂർ തിമിരിയിൽ RSS പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 10 CPM പ്രവർത്തകർക്ക് ശിക്ഷ. 9 പേർക്ക് 10 വർഷം തടവും 2,60,000 രൂപ വീതം പിഴയും വിധിച്ച് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. 2ാം പ്രതിക്ക് 25 വർഷം തടവും 2,60,000 രൂപ പിഴയും ശിക്ഷ. വാൾപ്പാറ അപകടത്തിൽ മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ വിവിധ ഇടങ്ങളിലായി പുരോഗമിക്കുകയാണ്. രാവിലെ 9 മണിയോടെ നാട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീടുകളിൽ എത്തിക്കുകയായിരുന്നു. ഒറ്റവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആയിരങ്ങളാണ് പൊതുദർശന സ്ഥലത്തേക്ക് ഒഴുകിയെത്തിയത്. TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, നേരത്തെ നമ്മൾ കണ്ടു പൊതുദർശനത്തിൽ എത്രത്തോളം വൈകാരികമായിട്ടാണ് ആളുകൾ പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ വിവിധ ഇടങ്ങളിലായി ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. എന്താണ് വിവരം? നിജിൻ, തീർച്ചയായും വളരെ വൈകാരികമായുള്ള ഒരു അന്തരീക്ഷമായിരുന്നു പൊതുദർശനം നടന്ന പാങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായിരുന്നത്. ആയിരങ്ങളിലാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ 9 മണിക്ക് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചു. ഏതാണ്ട് 10:45 വരെ ഇവിടെ പൊതുദർശനം നടന്നു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ വിവിധ ആളുകൾ ഉൾപ്പെടെ ഇവിടെ എത്തി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, ഒപ്പം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ ഇവിടെ എത്തിയിരുന്നു. ഗോവിന്ദൻ മാസ്റ്റർ അല്പസമയം മുൻപ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രധാന അധ്യാപിക അജിതയുടെ വീട് സന്ദർശിച്ചു. ഇങ്ങനെ വളരെ വൈകാരികമായുള്ള അന്തരീക്ഷമാണ് ഈ സമയത്തെല്ലാം ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം 11 മണിയോടെ മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോയി.
3 പള്ളികളിലും അതുപോലെ തന്നെ 2 പേരുടെ മൃതദേഹങ്ങൾ ഒരാളുടെ തറവാട്ട് വീട്ടിലും മറ്റൊരാളുടെ ഷൊർണൂരിലുമാണ്. പ്രധാന അധ്യാപികയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് ഷൊർണൂർ ശാന്തി തീരത്താണ്. പുലാമന്തൂരിലുള്ള വീട്ടിലേക്ക് അവരുടെ മൃതദേഹം എത്തിച്ചു. അവിടെ ഇന്ന് അല്പസമയത്തിനകം ഷൊർണൂരിലേക്ക് കൊണ്ടുപോകും. മറ്റൊരു അധ്യാപിക ആശയുടെ മൃതദേഹം കൊടത്തൂരിലെ വീട്ടുവളപ്പിൽ തറവാട്ട് വളപ്പിൽ സംസ്കരിക്കും. അതേസമയം 2 പേരുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. പാചക തൊഴിലാളിയായ സാജിദയുടെയും ഒപ്പം തന്നെ ഇവിടുത്തെ മറ്റൊരു അധ്യാപികയുടെയും മൃതദേഹമാണ് സംസ്കാര ചടങ്ങുകൾ പാങ്ങിലെ മാട്ട് ജുമാ മസ്ജിദിൽ പൂർത്തിയായത്. മറ്റ് മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. വിവിധയിടങ്ങളിലായി ഇത് പുരോഗമിക്കും. വൈകിട്ടോടുകൂടി 7 മണിക്കാണ് അജിതയുടെ മൃതദേഹം സംസ്കാരം നടക്കുക. എന്തായാലും വലിയൊരു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖത്തിനാണ്, വലിയൊരു ആഘാതമായിരുന്നു ഇന്നത്തെ സംഭവം. അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം തങ്ങളെ ഉറ്റവരെ ഒരുനോക്കാൻ ഇവിടേക്ക് എത്തി. പലരും ദുഃഖം താങ്ങാനാകാതെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുകയാണ്. നിജിൻ. ശരി, വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട 9 പേർക്കും കേരളം കണ്ണീരോടെ വിട നൽകുകയാണ്. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. വാൽപ്പാറയിലെ വാഹനാപകടത്തിൽ 9 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും അനുശോചന സന്ദേശത്തിൽ രാഷ്ട്രപതി അറിയിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി വാൽപ്പാറയിൽ 9 മലയാളികൾക്ക് ജീവൻ നഷ്ടമായ വാഹനാപകടത്തിൽ വേദന പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അപകടത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതീവ ദുഃഖം തോന്നിയെന്നും അപകടത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് മോദി വ്യക്തമാക്കി. ഈ വിയോഗം നാടിനാകെ നികത്താനാകാത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ദുരന്തം ഏറെ വേദനാജനകമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പറഞ്ഞു. പ്രതിപക്ഷം വനിതകൾക്കെതിരാണ് എന്ന പ്രചരണം തെറ്റെന്ന് പ്രിയങ്ക ഗാന്ധി. നിലവിലെ സീറ്റുകളിൽ വനിതാ സംവരണത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകും. ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കത്തെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിച്ചത്. മണ്ഡല പുനർനിർണയം വനിതാ സംവരണത്തിനൊപ്പം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നും പ്രിയങ്ക പറഞ്ഞു. Things have changed for this government. It's very visible from their actions. Firstly, they are under a lot of international pressure. It's very, very clear. A lot of the actions they are taking, I don't think, as my brother has said multiple times, any Indian Prime Minister would have accepted the terms of the deal that they have done with the US unless there was massive pressure. He is obviously under massive pressure. It is very obvious. So public is seeing this. The public continues to suffer with multiple problems. The price of gas, price of fruit, vegetables, everything has gone up, and especially the burden of this is on the shoulders of women. And it's across class, across caste. It does not matter whether you're a rich woman, poor woman, whether you live in an urban center, whether you live in the villages. Your problems are increasing. And there is nothing coming from the government to resolve them. So the public can see it. So they can take their Mahila Morcha in front of whoever's house they want. They can make as much tamasha as they want. This country has now awakened to the fact that they do not stand by their words. They cannot be trusted, and certainly women cannot trust them. സംവരണ ബിൽ പരാജയപ്പെട്ടത് പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കിയ ബി.ജെ.പി. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശം ഇല്ലാതാക്കിയെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ഇക്കാര്യം ഉന്നയിച്ച് വനിതകളെ അണിനിരത്തി രാജ്യവ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങളും പ്രചരണ പരിപാടികളും ബി.ജെ.പി. ആരംഭിച്ചു. വനിതാ സംവരണമല്ല, മറിച്ച് മണ്ഡല പുനർനിർണയമാണ് എതിർത്തത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. പരാജയപ്പെട്ടെങ്കിലും വിഷയം ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുകയാണ് ബി.ജെ.പി. രാജ്യത്ത് സ്ത്രീകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശം കോൺഗ്രസും DMK-യും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നഷ്ടപ്പെടുത്തിയെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് വനിതകളുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങളും പ്രചാരണ പരിപാടികളും നടത്തുകയാണ് ബി.ജെ.പി. വനിതാ സംവരണം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ഇതിനെ എതിർക്കുന്നവരോട് രാജ്യത്തെ സ്ത്രീകൾ ക്ഷമിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾ
കവർന്നെടുക്കുന്നത് കോൺഗ്രസിന്റെ മാനസികാവസ്ഥയാണെന്നും രാജ്യത്തെ സ്ത്രീകൾ ഈ അപമാനം ഒരിക്കലും മറക്കില്ല എന്നും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എക്സിൽ കുറിച്ചു. വനിതാ സംവരണത്തിൽ പ്രതിപക്ഷ നിലപാടിനെതിരെ പാർലമെന്റ് കവാടത്തിലും NDA നേതാക്കൾ പ്രതിഷേധിച്ചു. അതേസമയം വനിതാ സംവരണമല്ല അതിന്റെ മറവിൽ കൊണ്ടുവന്ന മണ്ഡല പുനർനിർണയത്തെയാണ് എതിർത്തതെന്ന് പ്രതിപക്ഷം വിശദീകരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യത്തെ സ്ത്രീകളുടെ രോഷം കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും സഹിക്കേണ്ടി വരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. അവരുടെ മേലുള്ള കറുത്ത പാട് ഒരിക്കലും കഴുകിക്കളയില്ല. പാർലമെന്റിലും നിയമസഭയിലും സ്ത്രീകൾക്ക് സീറ്റ് നൽകുന്ന ചരിത്രപരമായ ബില്ലായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ ബിൽ ലോക്സഭയിൽ പാസ്സാകുന്നതിൽ പരാജയപ്പെട്ട ദിനം കറുത്ത ദിനമെന്നും കിരൺ റിജിജു വിമർശിച്ചു. अब देखिए, कांग्रेस पार्टी और विपक्षियों को भारत के महिलाओं का गुस्सा झेलना पड़ेगा. मैंने तो कल ही बता दिया, ये काला दाग कांग्रेस और उनके साथियों के ऊपर लग गया है, वो जिंदगी भर साफ नहीं कर पाएगा. इतना ऐतिहासिक और महत्वपूर्ण बिल महिलाओं को पार्लियामेंट और असेंबली में जगह देना, इसमें क्या आपत्ति हो सकते थे. बहाना मार करके इतना महत्वपूर्ण बिल को गिराया. ये तो मैं मानता हूं कि देश के लिए भी एक काला दिवस रहा है और ये काला दाग कांग्रेस और उनके सारे साथी हैं उन पर लग गया है, जो मिटा नहीं. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് തമിഴ്നാട്ടിൽ. കോയമ്പത്തൂരിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് നരേന്ദ്രമോദി റാലി നടത്തും. രാഹുൽ ഗാന്ധി 3 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. വനിതാ സംവരണ ബിൽ പാസ്സാക്കുന്നതിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാകും പ്രധാനമന്ത്രി ഉന്നയിക്കുക. ഡൽഹിയെ തമിഴ്നാട് തോൽപ്പിച്ചു എന്ന വാദം ശക്തമാക്കുകയാണ് DMK. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഇൻസ്റ്റാ പേ ലോൺ ആപ്പ് നടത്തിപ്പുകാർ റിമാൻഡിൽ. ഉത്തർപ്രദേശ് ഖാസിയാബാദ് സ്വദേശികളായ ഋഷികേഷ് തിവാരി, പ്രശാന്ത് ഖേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശിയായ പ്രകാശ് ജയ് എന്നിവരാണ് റിമാൻഡിലായത്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആണ് റിമാൻഡ് ചെയ്തത്. അതിനിടെ വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ച ഓർത്തോഡോന്റിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അലി രാജിവെച്ചു. ആരോപണ വിധേയരായ കൂടുതൽ അധ്യാപകരും സ്റ്റാഫുകളും രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, നിതിൻ്റെ മരണത്തിൽ നിർണായകമായ 2 നീക്കങ്ങൾ. ഒന്ന്, ഈ ലോൺ ആപ്പിൻ്റെ നടത്തിപ്പുകാർ റിമാൻഡിലാകുന്നു. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികൾ പരാതി നൽകിയ അധ്യാപകൻ രാജിവെക്കുകയാണ്. ജോസഫ്. ലീജിൻ, തീർച്ചയായും നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പ് അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് അധികൃതരുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചക്കരക്കൽ പോലീസ് സൈബർ ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ നോയിഡയിലെത്തിയ ആപ്പ് അധികൃതരെ പിടികൂടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. പിന്നീട് അവിടെ നിന്ന് ഉപകരണങ്ങളും ഒട്ടേറെ സിം കാർഡ് ഉൾപ്പെടെ കണ്ടെത്തി. എന്തായാലും അവരെ അല്പസമയം മുമ്പ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 3 പേരെയാണ് ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുക, അനധികൃതമായി പണമിടപാട് നടത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും 14 ദിവസത്തേക്കാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് കോടതി ഇത്തരത്തിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ ആരോപണ വിധേയനായ മറ്റൊരു അധ്യാപകൻ കൂടി രാജി സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ്. വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ അധ്യാപകർക്കെതിരെ പരാതിയുമായി പരസ്യമായി രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഈ അധ്യാപകർ ഒരു ഭീഷണിയുടെ സ്വരവുമായി ഇത്തരത്തിൽ രാജി ഉൾപ്പെടെ സമർപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. ആരോഗ്യ സർവകലാശാല വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമാണ് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇതിനുശേഷം കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നൊരു ഉറപ്പാണ് ഇപ്പോൾ രക്ഷിതാക്കൾക്ക് ആരോഗ്യ സർവകലാശാല വിഭാഗം ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഗവർണറും ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ പ്രതിഷേധവും മുന്നോട്ട് പോകുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ഒരു സുതാര്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന കുടുംബവും വിദ്യാർത്ഥി സുഹൃത്തുക്കളും സഹപാഠികളും ആവശ്യപ്പെടുന്ന കാഴ്ചയും ഇന്നും ഉണ്ടായി. ലിജിൻ, ശരി, എന്തായാലും ഇതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ലോൺ ആപ്പിൻ്റെ നടത്തിപ്പുകാർ ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അധ്യാപകൻ വീണ്ടും രാജിവെച്ചിരിക്കുകയാണ്. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. അഞ്ചരക്കണ്ടി കോളേജിലെ 33 വിദ്യാർത്ഥികൾ നിതിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. സഹപാഠികളെ കണ്ട് നിതിൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. ദുഃഖം താങ്ങാനാകാതെ അമ്മ ബോധരഹിതയായി. അമ്മയെ ആശ്വസിപ്പിച്ച ശേഷമാണ് കൂട്ടുകാർ മടങ്ങിയത്.
സംസ്ഥാനത്ത് ചൂട് റെക്കോർഡിലേക്ക്. പാലക്കാട് 40 ഡിഗ്രി ചൂടിലേക്ക് എത്തി ദിവസങ്ങളാകുമ്പോൾ മറ്റ് ജില്ലകളിലേക്കും ചൂട് 40 ഡിഗ്രിയിലേക്ക് എത്തുകയാണ്. ഇടുക്കി മുതൽ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസമായി ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ചൂട് കൂടുതലായി അനുഭവപ്പെട്ടിരുന്ന പാലക്കാട് ചൂട് 40 ഡിഗ്രിയിലേക്ക് എത്തിയിട്ട് ദിവസങ്ങളായി. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസിലേക്കും കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസിലേക്കും ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പാലക്കാടിന് പിന്നാലെ പുനലൂരിലും ചൂട് 40 ഡിഗ്രിയിലേക്ക് എത്തി. തിരുവനന്തപുരം ജില്ലയിൽ ചൂട് 36 ഡിഗ്രിക്ക് മുകളിൽ എത്തുമെന്നാണ് അറിയിപ്പ്. കർശന ജാഗ്രതാ നിർദ്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പകൽ 11 മുതൽ വൈകിട്ട് 3 വരെ വെയിലേൽക്കാൻ പാടില്ല. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. ചൂട് വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിലും വർധനവ് രേഖപ്പെടുത്തി. ഇന്നലെ 11.34 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പീക്ക് സമയത്തെ ഉപഭോഗം 5947 മെഗാവാട്ടായി ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സജി ചെറിയാനും എച്ച് സലാമിനുമെതിരെ ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ ഫിലോസഫിക്ക് അനുസൃതമായി പ്രസ്താവനകൾ ഇറക്കുകയാണ്. കൃഷ്ണപിള്ള സ്മാരകം തകർക്കാൻ സജി ചെറിയാനൊപ്പം താൻ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. തനിക്ക് അനധികൃത സമ്പാദ്യമില്ല. സജി ചെറിയാന്റെയും എച്ച് സലാമിന്റെയും സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്നും സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ചെറിയാനും സലാമും ചേർന്ന് ക്രിമിനൽ ഗൂഢാലോചന നടത്തി. സജി ചെറിയാന്റെ ഭാരമൊഴിയൽ പ്രയോഗം ഇത് വ്യക്തമാക്കുന്നു. പാർലമെന്റിലും പഞ്ചായത്തിലും തിരിച്ചടിയുണ്ടായി. ബാക്കി തിരിച്ചടി 4-ാം തീയതി ഉണ്ടാകുമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. സ്വകാര്യതയിലും ജീവിതത്തിലും ഇടപെട്ടാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ജി സുധാകരൻ ഫേസ്ബുക്കിൽ ഓർമ്മപ്പെടുത്തുന്നു. തിമിരി ബോംബ് കേസിൽ CPM പ്രവർത്തകർക്ക് 25 വർഷം തടവ്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി KN പ്രശാന്താണ് ശിക്ഷ വിധിച്ചത്. കണ്ണൂർ ആലക്കോട് തിമിരിയിൽ RSS BJP പ്രവർത്തകരെ ബോംബ് എറിഞ്ഞതായിരുന്നു കേസ്. പഞ്ചായത്ത് അംഗമടക്കം 10 CPM പ്രവർത്തകർക്കാണ് 25 വർഷം തടവ് വിധിച്ചത്. രണ്ടാം പ്രതി തെക്കിനിയിൽ TV ബിനു എന്ന ഉടുമ്പ് ബിനു 25 വർഷം തടവ് അനുഭവിക്കണം. 9 പേർ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ എന്നതിനാൽ 10 വർഷം തടവ് അനുഭവിച്ചാൽ മതിയാകും. MK പ്രദീപ് കുമാർ, PP സത്യൻ, CPM പഞ്ചായത്ത് അംഗമായ PV ബാബുരാജ്, EV വിനോദ് കുമാർ, വിജയൻ, KP സുരേഷ്, ടോബി, ജനാർദ്ദനൻ, ശിവപ്രകാശ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷ വിധിച്ചതോടെ പഞ്ചായത്ത് അംഗം അയോഗ്യനാക്കപ്പെടും. ഹോർമുസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായി പൂർണ്ണമായും തുറന്നുകൊടുത്തതായി ഇറാൻ. ലെബനോനും ഇസ്രായേലും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ നടപടി. മേഖലയിലെ സംഘർഷങ്ങളിൽ അയവ് വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറന്നുവെങ്കിലും കടന്നുപോകുന്നത് ചുരുക്കം കപ്പലുകൾ മാത്രമാണ്. അതേസമയം ഇറാന് നേരെയുള്ള നാവിക ഉപരോധം തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. 100% ധാരണയിലെത്താതെ ഉപരോധം പിൻവലിക്കില്ല എന്ന നിലപാടിലാണ് ട്രംപ്. എന്നാൽ ഉപരോധം തുടർന്നാൽ ഹോർമുസ് തുറക്കില്ല എന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. അതിനിടെ US ഇറാൻ 2ാം ഘട്ട ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വാഗമണിൽ സാഹസിക വിനോദസഞ്ചാരികൾക്ക് ആവേശമായി പാരാഗ്ലൈഡിംഗ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരും ഈ സാഹസിക പറക്കലിൽ പങ്കെടുക്കുന്നുണ്ട്. വാഗമണ്ണിന്റെ മലമുകളിൽ ആകാശത്തെ തൊട്ടുപറക്കുന്ന ഗ്ലൈഡർമാർ. പാരാഗ്ലൈഡിംഗിന്റെ സാഹസികത ആസ്വദിക്കുകയാണ് സഞ്ചാരികൾ. വാഗമണ്ണിന്റെ മഞ്ഞണിഞ്ഞ മലനിരകൾക്ക് മുകളിലൂടെ പക്ഷിയെ പോലെ പറക്കാം. നീലാകാശത്തേക്കുയർന്ന് പച്ചപ്പുള്ള താഴ്വരകൾ കാണുന്ന സാഹസിക യാത്ര. പ്രത്യേകം പരിശീലനം ലഭിച്ച വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് സഞ്ചാരികളെ സാഹസിക പറക്കലിന് കൊണ്ടുപോകുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ
കുടുംബമായി പാരാഗ്ലൈഡിംഗ് ആസ്വദിക്കാൻ എത്തുന്നവർ നിരവധിയാണ്. வாகமன் வந்து கொஞ்சம் எக்ஸ்பீரியன்ஸ் கொஞ்சம் பேடாக தான் இருந்துச்சு. பட் ஆஃப்டர் பேராகிங் பார்த்த பிறகு கொஞ்சம் ஹாப்பியாக இருக்குது. எக்ஸ்பீரியன்ஸ் சூப்பராக எக்ஸ்பீரியன்ஸாக இருக்குது. ஸோ 10 மினிட்ஸ் தான், 10 to 15 மினிட்ஸ் தான். பட் എക്സ്പീരിയൻസ് ലൈഫ് ടൈം മറക്കാൻ முடியாது. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പം പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇത് വൈഫാണ്, വൈഫിനും പെട്ടെന്ന് പോകാമെന്ന് തീരുമാനിച്ചു. നല്ലതായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ചെയ്യുന്ന. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പെട്ടെന്ന് തോന്നി ചെയ്തതാണ്. ഇനീഷ്യൽ ആദ്യത്തെ കുറച്ച് സമയം പക്ഷെ ഓക്കെ ആയിരുന്നു. വാഗമണ്ണിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പാരാഗ്ലൈഡിങ്ങിലൂടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. RSSും BJPയും തമിഴ്നാട്ടിലെ ജനങ്ങളെയും സംസ്കാരത്തെയും ഭാഷയെയും ആക്രമിക്കുന്നുവെന്ന് രാഹുൽ ആരോപിച്ചു. ഇത് കാണുമ്പോൾ ആഴത്തിലുള്ള രോഷം തോന്നുന്നുവെന്നും അവർക്ക് എങ്ങനെ ധൈര്യം വരുന്നുവെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. തമിഴ്നാട്ടിലേക്ക് വരുന്നത് എപ്പോഴും ഒരു ബഹുമതിയാണെന്നും വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങളുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പെരുംചേരിയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. They want a chief minister in Tamil Nadu who takes orders from Amit Shah and Narendra Modi. Donald Trump has compromised Narendra Modi. They want a compromised chief minister to run Tamil Nadu. And the people of Tamil Nadu must realize that the BJP and RS are fundamentally anti-Tamil. And the whole plan yesterday, which we stopped, was to reduce the strength of your voice in the national parliament. കോഴിക്കോട് കുറ്റ്യാടിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തിരുവള്ളൂർ പാലോളിപ്പറമ്പ് സ്വദേശി ബാലൻ ഷിജി ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥാണ് മരിച്ചത്. പാലേരി കൂനിയോട് താന്തോന്നിക്കടവ് ഭാഗത്ത് ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പാലേരിയിലുള്ള അമ്മയുടെ വീട്ടിൽ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സിദ്ധാർത്ഥ്. രാവിലെ അമ്മയ്ക്കും മറ്റ് 2 കുട്ടികൾക്കൊപ്പം പുഴയിലിറങ്ങിയ സിദ്ധാർത്ഥ് അപ്രതീക്ഷിതമായി കയത്തിൽപ്പെടുകയായിരുന്നു. കൂടെയുള്ളവരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ കുട്ടിയെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തുവെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. അടുത്തിടെ നടന്ന SSLC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കവെയാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില ഉടൻ വർദ്ധിപ്പിച്ചേക്കും. 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുക്കുക. തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണ്. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. അതേസമയം സർക്കാരിന് വീണ്ടും കത്ത് നൽകുമെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. വിലവർധന അനിവാര്യമാണെന്നും വില കൂട്ടാൻ മിൽമയ്ക്ക് അധികാരമുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിന് നേരത്തെ നൽകിയ കത്തിന് വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് മറുപടി വൈകിയത്. 3 വർഷമായി വില കൂട്ടിയിട്ടില്ല. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും മിൽമ ചെയർമാൻ പറയുന്നു. IPL ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഉച്ചയ്ക്ക് 3:30 മുതൽ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.